സൗദിയിലേക്കുള്ള വിസിറ്റിംഗ് വിസ വീണ്ടും അനുവദിച്ചു തുടങ്ങിയെങ്കിലും താമസ കാലയളവിനെ കുറിച്ച് ആശയക്കുഴപ്പം തുടരുന്നു. ഒരു വർഷത്തെ മൾട്ടിപ്പിൾ വിസയാണോ സിംഗിൾ എൻട്രി വിസയാണോ എന്നത് അതാത് രാജ്യത്തെ സൗദി എംബസി തീരുമാനിക്കുമെന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. ഹജ്ജിനോടനുബന്ധിച്ച് നിർത്തിവച്ചിരുന്ന വിസിറ്റ് വിസ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസമാണ് സൗദി വീണ്ടും അനുവദിച്ചു തുടങ്ങിയത്. തുടക്കത്തിൽ മോഫ വെബ്സൈറ്റിൽ ഒരു വർഷത്തെ മൾട്ടിപ്പിൾ വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ മൾട്ടിപ്പിൾ വിസയ്ക്കുള്ള ഓപ്ഷൻ ഇപ്പോൾ കാണിക്കുന്നില്ല. മൾട്ടിപ്പിൾ വിസയാണോ സിംഗിൾ എൻട്രി വിസയാണോ എന്ന് അതാത് രാജ്യത്തെ സൗദി എംബസികളാണ് തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. താമസ കാലയളവ്, എത്ര തവണ സൗദിയിൽ പ്രവേശിക്കാം എന്നീ കാര്യങ്ങളും വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് എംബസി തീരുമാനിക്കും. ഇന്ത്യയിലെ സൗദി എംബസി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുക എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് ജിദ്ദയിലെ ECBിൽ ജനറൽ സർവീസ് പ്രതിനിധി ഇർഷാദ് പാറക്കൽ പറഞ്ഞു. 365 ദിവസത്തെ ഫാമിലി മൾട്ടിപ്പിൾ റീഎൻട്രി വിസ അല്ലെങ്കിൽ 90 ഡേയ്സിൻ്റെ സിംഗിൾ എൻട്രി വിസ എന്നുള്ള ഒരു ഓപ്ഷൻ നിലവിൽ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മൊഫ വെബ്സൈറ്റ് പ്രകാരം ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, അതുപോലെ തന്നെ നമ്പർ ഓഫ് എൻട്രീസ്, പിന്നെ സൗദിയിൽ എത്ര കാലം ഇവിടെ താമസിക്കാം എന്നുള്ള കാര്യങ്ങൾ അതാത് രാജ്യത്തെ സൗദി എംബസി വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് വെബ്സൈറ്റിൽ ഫാമിലി വിസിറ്റ് വിസക്ക് തൊലബ് ചെയ്യുമ്പോൾ, റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ വിസിറ്റ് വിസ സ്റ്റാമ്പിംഗ് നാളെ പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഒരു വർഷത്തെ മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസയിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് സൗദിയിലെത്തിയിരുന്നത്. ഇനി ഈ അവസരം ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ജലീൽ കണമംഗലം, 24 ജിദ്ദ.